ഞാൻ നോക്കുമ്പോഴേ ഒരു മൂലക്കിരുന്ന് പാട്ട് പാടുന്നറാ. കഴിവുള്ള പയ്യൻ അങ്ങനെ മൂലക്കിരുന്ന് പാട്ട് പഠിക്കാനുള്ളോ? അതുകൊണ്ട് ഞാൻ ഇങ്ങ് പിടിച്ചോണ്ട് വന്നു. നീ നിന്റെ രണ്ടൊന്ന് പാട്ടൊക്കെ ഒന്ന് പാടുക, നമ്മളെ കേക്കട്ടെ. പാട്ട് പാടിയത് ഏതോ തൊലിഞ്ഞ പാട്ടൊന്നുമല്ല, അതിന്റെ പുതിയ ട്രാക്കാ. കണ്ടു കനവിൻ കോണിൽ കുളിരായി കുളിർ മഴ മലരായി. ചൈന ഭാഷ പറയുന്നോടാ. എന്നാ ഞാൻ വേറൊരു പാട്ട് പാടുകൊണ്ടാ, അതിലാണ് ചിലപ്പോ നിന്ന നിപ്പിന് വീണു കേട്ടോ. കഥയിലെ കുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ. എന്റെ അമ്മോ, ഇതെന്തോന്ന്? ഇത് പാട്ടായിരുന്നാ? മോനെ നീ പാട്ട് പാടുന്നത്, നീ കരയല്ലായിരുന്നോ? ഇതെന്തോന്നത്? 2 ദിവസം മുമ്പ് ഞങ്ങളൊരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. അതിൽ കുറെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കുറെ ട്രോൾ ആണെങ്കിലും കമന്റ് ആണെങ്കിലും ഞങ്ങൾക്ക് വന്നു. സ്വാഭാവികം. അന്ന് അവരവിടെ പറഞ്ഞ തെറി എന്റെ ജീവിതത്തിൽ ഞാൻ മറന്നിട്ടില്ല. അല്ലടാ, ഈ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്പിരിറ്റ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് നമ്മളെ സൗണ്ട് ഇതാണ്, ഈ സൗണ്ടിൽ നമുക്ക് പാടാൻ കഴിയുള്ളൂ. നിനക്ക് ലോഫി സോങ്സ് അറിയത്തില്ലേ? ആ ഫീലില് പാടുന്നതാണ് അവൻ. അപ്പൊ ഇനിയും പാടും, ഞാൻ വീഡിയോസ് ഇനിയും ചെയ്യും. അങ്ങനെ പറയരുത്. നിന്റെ ഡ്രീം തോലക്കെട്ടിയാനടിക്കും ഞാൻ. അവന്റെ ഡ്രീം മനുഷ്യരുടെ നട്ടം തിരിഞ്ഞ് നിൽക്കുക. അപ്പോ സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് റിജക്ട് ചെയ്യാം. വളരെ ഞാൻ നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നു. പക്ഷെ അവർക്ക് പോലും ഉള്ളിൽ എന്നോട് നല്ല അസൂയുണ്ട്. അതിനൊന്നും ബുദ്ധിമുട്ടില്ല. നമുക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ അതെന്റെ വിധിയാണെന്ന് ഞാൻ കരുതും. ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ടു ബി കണ്ടിന്യൂ എന്ന് പറഞ്ഞത് കണ്ടിന്യൂ തന്നെ ആയിരിക്കും. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ടു ബി കണ്ടിന്യൂ എന്ന് പറഞ്ഞത് കണ്ടിന്യൂ തന്നെ ആയിരിക്കും. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.